അഹമ്മദ് മുസ്തഫ തുടരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. മുസ്തഫ, ഇന്ന് മറ്റെന്തൊക്കെ നിരീക്ഷണങ്ങളും വിമർശനങ്ങളും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്? ഇതിൽ SIT ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണം മറുപടി നൽകിയിട്ടുണ്ടോ കോടതിക്ക്? കോടതിയുടെ വിമർശനം വന്ന സമയത്ത് SIT പ്രത്യേകിച്ച് എന്നും കോടതിയിൽ അത് പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ഈ വിഷയത്തിൽ എങ്ങനെയാണ് സ്വാഭാവിക ജാമ്യം ലഭ്യമാകുന്നത്, ഡിഫോൾട്ട് പെയിനകത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വിശദീകരിക്കാൻ SITക്ക് ബാധ്യതയുണ്ട് എന്ന് കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അതിനകത്ത് വേറൊരു കാര്യം കൂടി കോടതി പറഞ്ഞത്, പൊതുജനങ്ങൾക്കിടയിൽ ഒരു സംശയത്തിന് ഇടവരില്ല എന്ന ഗൗരവ വിഷയം കൂടി ഇതിനകത്തുണ്ട്. പ്രത്യേകിച്ച് ഈ കേസിൽ കോടതി നിർദ്ദേശപ്രകാരം കേസെടുക്കുന്നു, പ്രധാനപ്പെട്ട പ്രതികളെ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട കൃത്യാകൃത്യം രണ്ടാഴ്ച ഇടവേളകളിലും ഹൈക്കോടതിക്കകത്ത് പ്രത്യേകമായി റിപ്പോർട്ട് നൽകുന്നുണ്ട്. അന്വേഷണത്തിന്റെ ദിശ കോടതി കർശനമായി മോണിറ്റർ ചെയ്യുന്നുണ്ട്. ആ ഒരു ഘട്ടത്തിൽ പല പ്രതികളും അകത്താകുന്നു. അവർക്ക് വിചാരണ കോടതിയിൽ നിന്നും ജാമ്യം ലഭിക്കാതെ വരുമ്പോൾ പിന്നീട് ഹൈക്കോടതിയിൽ വരുന്നു, ഹൈക്കോടതി അത് തള്ളുന്നു, സുപ്രീം കോടതി പോകുന്നു, സുപ്രീം കോടതി തള്ളുന്നു. അപ്പോഴൊക്കെ പൊതുജനങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങിലുള്ള ഒരു കാര്യം, ഇത് കുറെ കൂടി ഗൗരവ സ്വഭാവത്തിലുള്ള മോഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ക്രൈം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്ന് പൊതുജനങ്ങൾക്കിടയിൽ ഒരു വെപ്പുണ്ട്. അതിനെ ലംഘിക്കുന്നതാണ് അന്വേഷണത്തിന്റെ സ്ഥിതി എന്ന് പറയുന്നത്. കാര്യം SIT പിന്നെ എന്താണ് ഈ കേസിൽ ചെയ്യുന്നത് എന്നൊരു സ്വാഭാവിക സംശയം ജനങ്ങൾക്കിടയിലുണ്ടോ? അന്വേഷണ ഘട്ടത്തിൽ എന്തെങ്കിലും ഒരു മാൽ പ്രാക്ടീസ് നടന്നിട്ടുണ്ടോ? അന്വേഷണത്തിൽ പോലും പൊതുജനങ്ങൾക്ക് വിശ്വാസ്യത നഷ്ടപ്പെടുന്ന ഒരു സ്ഥിതി വരികയാണ്. ആ രൂപത്തിലാണ് സ്വാഭാവികമായി കോടതി ഒരു വിമർശനം ഉന്നയിക്കുന്നത്. പിന്നെ ആളുകൾ ഇതിനകത്ത് സംശയം പ്രകടിപ്പിക്കുമ്പോൾ അതിനകത്ത് പ്രത്യേകിച്ച് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ളൊരു ടോണാണ് കോടതിയുടേത്. അതുകൊണ്ടാണ് അങ്ങനെ ശരിയല്ല, ആ രൂപത്തിൽ തന്നെ ഇനി ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റിലായ ജയിലിൽ കഴിയുന്ന ബാക്കിയുള്ളവരുടെ കാര്യത്തിലെങ്കിലും ആ ജാഗ്രത വേണം എന്ന് കോടതി പറയുന്നത്. ഒപ്പം തന്നെ മറ്റുള്ള ആളുകളുടെ കേസിൽ മാത്രമല്ല, ഇത് നോക്കൂ, ഒരു സ്വാഭാവിക ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത് കുറ്റപത്രം നൽകാത്തതിന് അത് പലതരത്തിലുള്ള സാങ്കേതിക വിഷയങ്ങളുണ്ട്. അത് സമയാസമയം ഡിവിഷൻ ബെഞ്ചിന്റെ മുമ്പിൽ SIT കൃത്യമായി വിശദീകരിക്കുന്നു. പക്ഷെ അത് അങ്ങനെയല്ലല്ലോ. അത് കൃത്യമായി ഒരു കേസിനകത്ത് ഡിഫോൾട്ട് ബെയിലിലേക്ക് പോകുന്ന ഒരു സാഹചര്യം എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു, അക്കാര്യത്തിൽ ഒരു ശ്രദ്ധ വേണം, ജാഗ്രത വേണം. അത് ഗുരുതര വിഷയമാണെന്നത് കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ശരി, SITക്കും വിമർശനമാണ് ഹൈക്കോടതിയിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ കുറ്റപത്രം നൽകാൻ വൈകുന്നതിലാണ് വിമർശനം. വിശദാംശങ്ങളാണ് അഹമ്മദ് മുസ്തഫ നൽകിയത്.